യേശുവെ പോലൊരു സഖിയായെങ്ങും ഇല്ലാരും ഇല്ലാരും, അവനല്ലാതാത്മാവെ നേടും നോനായി ഇല്ലാരും ഇല്ലാരും. എൻ ഖേദമെല്ലാം താനറിഞ്ഞിടും, എൻ കാലമെല്ലാം താൻ നയിച്ചിടും. യേശുവെ പോലൊരു സഖിയായെങ്ങും ഇല്ലാരും ഇല്ലാരും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഷനു സാമുവേൽ അടൂർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ബഹുമാന്യ കേൾവിക്കാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 20-ാം വാക്യം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഞാൻ വായിച്ച വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം പത്രോസും യോഹന്നാനും കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ധന്യമായ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് പ്രമാണികളും ശാസ്ത്രിമാരും മഹാപുരോഹിതനായ ഹന്നാഫും കയ്യഫാവും യോഹന്നാനും അലക്സന്തരും അങ്ങനെ മഹാപുരോഹിത വംശത്തിലുള്ള ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവരെ തർജ്ജനം ചെയ്യുകയാണ്, ശാസിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യരുത് എന്ന് പറയുകയാണ്. അവരുടെ മുൻപിൽ ഒരു കൂട്ടം അധികാരികളായ പ്രമാണികളായ ശാസ്ത്രിമാരായ ആളുകൾ നിന്നുകൊണ്ടാണ് നിങ്ങൾ കർത്താവിനെ കുറിച്ച് പറയരുതെന്നും കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കരുതെന്നും കർത്താവിൻ്റെ നാമത്തിൽ ഒന്നും ചെയ്യരുതെന്നും അവരെ ശാസിക്കുന്നത്. അവർ പറയുന്ന മറുപടിയാണ്, ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഞാനൊരു കാര്യം ഓർപ്പിക്കാനാണ് ഈ വേദഭാഗത്തിലൂടെ കടന്നുപോയത്. ഇവിടെ അവർ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കേട്ടറിഞ്ഞ, കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ദൈവീകമായ നന്മകളെ അവർക്ക് വെളിപ്പെടുത്താതിരിപ്പാൻ സാധ്യമല്ല. അത്രമാത്രം ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അവർ പറയുകയാണ്, എത്രമാത്രം ശാസിച്ചാലും ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ അത്രമാത്രം ഈ ദൈവത്തെ മനസ്സിലാക്കി, ഞങ്ങൾ അത്രമാത്രം ഈ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്രമാത്രം ഉറപ്പുണ്ട് ഈ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ. എത്ര ധൈര്യത്തോടു കൂടെയാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണോ നാം ദൈവത്തോടൊപ്പം നിൽക്കുന്നത്? ഇങ്ങനെയാണോ ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം? അതോ നാം തള്ളിപ്പറയുന്നവരാണോ? പിന്മാറിപ്പോകുന്നവരാണോ? നിരാശപ്പെട്ടു പോകുന്നവരാണോ? മാറി നിൽക്കുന്നവരാണോ? അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് തിരിഞ്ഞു നോക്ക്. ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം വിടുവിച്ച വിധങ്ങൾ, ദൈവം അത്ഭുതകരമായി നടത്തുന്ന വഴികൾ ഒക്കെ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയും? അതവർ വെളിപ്പെടുത്തുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ദൈവം നൽകിയ നന്മകൾക്കനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയാറുണ്ടോ? ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളിലും ഈ വല്ലാത്ത ലോകത്ത് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്. എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നത്. നമ്മുടെ ആയുസ്സും ആരോഗ്യമെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അനുദിനം നമ്മെ കൈപിടിച്ച് നടത്തുന്ന, നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന, നമ്മുടെ ആവശ്യഭാരങ്ങളിൽ നമുക്ക് ആശ്വാസകനായിരിക്കുന്ന, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് നാഥനായി വഴികാട്ടിയായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ കർത്താവിനെ ഹൃദയം തുറന്ന് സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താൻ
നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് മറ്റൊരു തടസ്സവും പാടില്ല. ഇവിടെ ഇവർക്ക് ഒന്നും തടസ്സമായി തോന്നുന്നില്ല. എന്തെല്ലാം എത്ര ശക്തമായ എതിരുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, ഞങ്ങൾക്ക് ഈ കർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ എത്ര അത്ഭുതകരമായി നമ്മെ നടത്തിയ, പരിപാലിച്ച, പോറ്റിപ്പുലർത്തുന്ന, നടത്തുന്ന ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാനെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അടയാളം. ഈ ദൈവം അവരെ സ്നേഹിച്ചു, അവർക്ക് പാപപരിഹാരം നൽകി, അവരെ അത്ഭുതകരമായി നടത്തി. അവരുടെ ജീവിതങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ യാതൊരു യോഗ്യതയുമില്ലാത്ത, ആർക്കും വേണ്ടാത്ത മുക്കുവന്മാരായ, മീൻപിടുത്തക്കാരായ, സാധാരണക്കാരായ ഇവരെയൊക്കെ രക്ഷിച്ച ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന് നമ്മളെ തേടി വന്ന, നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ നമുക്ക് എങ്ങനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? ഓരോ ദിവസങ്ങളിലും ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ കരുതലുകള്, ദൈവത്തിന്റെ നന്മ, പരിപാലനമൊക്കെ നമുക്ക് ഓർക്കുവാനായിട്ടിടയാകണം. ഇവിടെ അവരും എത്ര ധൈര്യത്തോടെയാണ് ദൈവം മുൻപാകെ നിൽക്കുന്നത്. അവര് പറയാ, പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഞങ്ങൾ കണ്ടും കേട്ടും. ഞാൻ അവിടെ ഒരു വാക്കൂടെ ചേർക്കട്ടെ, അവർ കണ്ടും കേട്ടുമെന്നാ പറഞ്ഞത്. നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുണ്ട്, അത് അവർ വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കണ്ടും കേട്ടും മാത്രമാണോ? എത്രയോ അനുഭവങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ കാരണമായ, നന്ദി പറയാൻ കാരണമായ എത്രയോ അനുഭവങ്ങൾ ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമുക്കും ഈ ദൈവത്തെ അനുദിനം സ്തുതിച്ചുകൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓരോ ദിവസവും മുമ്പോട്ട് നീക്കാം. നമുക്കും പറയാം, ഈ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ എത്ര വലുതാണ്, നന്മകൾ എത്ര വലുതാണ്. അതോർത്തുകൊണ്ട് നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വലിയ കൃപകൾക്കായി സ്തോത്രം. അവിടുത്തെ കരുതലിനും പരിപാലനങ്ങൾക്കും നന്മയ്ക്കുമായി സ്തോത്രം. ഞങ്ങളെ പോലെയുള്ളവരെ അവിടുന്ന് സ്നേഹിച്ചു, അവിടുന്ന് കരുതി, ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളൊക്കെ ഒരു കുറവും കൂടാതെ തന്ന് പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അതനുസരിച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ, നന്ദിയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കി, അവിടുത്തെ വിടുതലിനെ മനസ്സിലാക്കി ജീവിപ്പാൻ ഓരോരുത്തർക്കും അവിടുന്ന് കൃപ നൽകണം. ഇത്രത്തോളം ഞങ്ങളെ കരുതിയതിനായിട്ട് സ്തോത്രം. അവിടുത്തെ നന്മകൾക്കായി ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.